പി.വി. അൻവറിന്റെ അറസ്റ്റ് സർക്കാർ വൈരാഗ്യബുദ്ധിയോടെ ചെയ്തതാണെന്ന് കേരള കോൺഗ്രസ് നേതാവും കോട്ടയം എംപിയുമായ കെ ഫ്രാൻസിസ് ജോർജ്. വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധ മാർച്ച് നടത്തേണ്ടത് ഫോറസ്റ്റ് ഓഫീസിലേക്കാണെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ജോസ് കെ മാണി വിഭാഗം UDF മുന്നണിയിലേക്ക് എത്തുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. അവർക്ക് UDFിലേക്ക് തിരിച്ചുവരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് പരസ്യമായി വ്യക്തമാക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് രാജകുമാരിയിൽ പറഞ്ഞു. അതെ, ശ്രീ പി.വി. അൻവർ MLA അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ്. എന്താണ് കാരണം പറയുന്നത്? അവിടെ ഒരു ആദിവാസി യുവാവ് ആനയുടെ ചവിട്ടേറ്റ് മരിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായി നമുക്കറിയാം, സ്ഥിരമായി നിരന്തരമായി അവിടെ വന്യമൃഗ പ്രശ്നമുള്ളൊരു മേഖലയാണ്. ജനങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ പി.വി. അൻവർ തന്നെ ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ നിന്ന് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ്. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ടും വന്യമൃഗങ്ങളുടെ പ്രശ്നം ഉണ്ടായ മാർച്ച് നടത്തേണ്ടത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തന്നെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാർച്ച് നടത്തേണ്ട കാര്യമുള്ളൂ. അങ്ങനെ നടത്തിയ മാർച്ചിൽ വന്ന ആളുകൾ പ്രക്ഷുബ്ധമാകുക അല്ലെങ്കിൽ വികാരാധീനരാകുക എന്നൊക്കെ ഉള്ളത് സാധാരണ സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമുക്കതിപ്പോ MLAക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ആരോ ഫോറസ്റ്റ് ഓഫീസിൽ കയറി എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്കതിന് നടപടി എടുത്തുകൊള്ളട്ടെ. അതിന് MLA അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തരം വൈരനിര്യാതന ബുദ്ധിയോട് കൂടി ചെയ്ത പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കും. അദ്ദേഹം ഇന്ന് ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതിനെതിരെ ഒരു പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കാത്തിരുന്ന ഗവൺമെന്റ് ഒരു അവസരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായി. അദ്ദേഹത്തെ എത്രയും വേഗം മോചിപ്പിക്കണം. അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പാടില്ല. തികച്ചും തെറ്റായിട്ടുള്ള, ധിക്കാരപരമായിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുപോലെ ഈ ജോസ് കെ മാണി തിരികെ UDFിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകളുണ്ടോ? വെറുതെ ഇങ്ങനെ സ്പെക്കുലേഷൻസ് അല്ലേ, ഇങ്ങനെ പല വാർത്തകളും നമുക്ക് ആർക്കും അതേക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ UDFിൽ അത് ചർച്ച ചെയ്യും. ഇതുവരെ അങ്ങനെ UDF ചർച്ച ചെയ്തിട്ടില്ല. ആ വാർത്തകളെല്ലാം ശരിയായി കൊണ്ടുവന്നില്ലല്ലോ. അങ്ങനെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് പറയണമല്ലോ. അവരിതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ UDFിൽ ആ കാര്യങ്ങൾ പറയും. ഇതുവരെ ഇതുവരെ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ മാധ്യമങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറം അവരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ UDFിലേക്ക് വരികയാണെന്ന് അവരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചർച്ചയ്ക്ക് യാതൊരു കാര്യമില്ല, യാതൊരു അടിസ്ഥാനമില്ല.